ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ എനർജി എന്താണ്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം ബ്ലെസ്സിങ്സ് ആണുള്ളത് നോക്കാം. പോസിറ്റീവായിട്ടിരിക്കണേ. അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള എല്ലാ സൗഭാഗ്യങ്ങൾക്കും യൂണിവേഴ്സിനോട് അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. ഓക്കെ, നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഇന്നലെ വീഡിയോ ഇട്ടപ്പോഴേ അതിനകത്ത് ഒരാൾ കമൻറ്റ് ഇട്ടേക്കുന്ന കണ്ടു. നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്, എന്താ നല്ലത് വരുമെന്നും കേട്ടു, ഷോക്കിംഗ് ന്യൂസ് കേൾക്കുമെന്നും കേട്ടു. ഒരു ദിവസം നേരം വെളുത്ത ഒരു നിമിഷമേ ഉള്ളൂ. എൻ്റെ ഒരു സംശയമാണ്, ഒരുപാട് ഇൻസ്റ്റൻസസിൽ കൂടിയല്ലേ ഒരു ദിവസം കടന്നു പോകുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് എന്തെല്ലാം എക്സ്പീരിയൻസുകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വന്നുകൂടെ? ഷോക്കിംഗ് ആയിട്ടുള്ളൊരു ന്യൂസ് കേൾക്കും, ഷോക്കിംഗ് ആയിട്ടുള്ള ന്യൂസ് കേട്ട് ഫുൾ ഡേ ആ ഷോക്കിംഗ് ന്യൂസിലിരിക്കുവാണോ? അല്ല, അത് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് മൂവ് ഓൺ ആവും അല്ലേ? അതിൽ നിന്ന് കുറച്ച് മൂവ് ഓൺ ആവും. അത് കഴിയുമ്പോൾ നമ്മുടെ ലൈഫിൽ മറ്റു കാര്യങ്ങൾ സംഭവിക്കുന്നില്ലേ? അപ്പോൾ കേൾക്കണ്ടായിരുന്നു ഫുൾ നെഗറ്റീവ്. എന്താണ് നിങ്ങൾക്ക് കേൾക്കണ്ടെങ്കിൽ കേൾക്കണ്ട. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എനിക്ക് റീഡ് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് കാർഡ് സ്പ്രെഡ് ചെയ്യുമ്പോൾ വരുന്ന ഓരോ കാർഡും എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ പറയും, പോസിറ്റീവും നെഗറ്റീവും പറയും. കേൾക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കേട്ടാൽ മതി. ഓക്കെ, അങ്ങനെ വേണ്ടേ? എൻ്റെ ചോദ്യം ഇതാണ്, അങ്ങനെ വേണ്ടേ? കാർഡി കാണുന്ന പറയണ്ടേ? കാർഡി കാണുന്നതല്ലേ പറയണ്ടേ? അതോ നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യം മാത്രം പറഞ്ഞാൽ മതിയോ? നിങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ പറയുന്നത്. കാർഡിൽ കാണുന്ന കാര്യമാണ്. ഇനി നിങ്ങൾക്ക് ആ കാർഡിൽ അങ്ങനെ ഒരു അർത്ഥം ഉണ്ടോ എന്ന് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഫസ്റ്റ് ആഡ് വന്നിട്ട് 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. 7 ഓഫ് പെൻറ്റക്കിൾ എന്ന് പറയുന്നത്, ഇത് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് പണമാണ്, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ വളരെ ഹാർഡ് വർക്ക് ചെയ്തതിന് ശേഷം, അതിൻ്റെ എഫേർട്ട് ഇട്ടതിന് ശേഷം ഇതിൻ്റെ ഫലം എപ്പോൾ കിട്ടും എന്ന് നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് ഈ 7 ഓഫ് പെൻറ്റക്കിൾ. അതായത് വെയിറ്റിംഗ് എനർജിയാണ്. മേ ബി പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഒരു വെയിറ്റിംഗ് എനർജിയാണിത്. നമ്മൾ എഫേർട്ട് ഒരുപാട് ഇട്ടിട്ടുള്ളൊരു കാര്യം, അതിൽ ഫലം നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അത് എപ്പോൾ കിട്ടും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ്. ഇതാണ് 7 ഓഫ് പെൻറ്റക്കിൾസ്. അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് ചിലപ്പോൾ പണത്തിന് അത്യാവശ്യം ഉണ്ടായിരിക്കും. ആ പണം ചിലപ്പോൾ നിങ്ങൾക്ക് തരാം എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. അതായത് നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുള്ള പണമാണ്, നിങ്ങൾക്കത് കയ്യിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ അത് എപ്പോൾ കിട്ടും എന്ന് വിചാരിച്ച് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് ഈ 7 ഓഫ് പെൻറ്റക്കിൾസ്. അല്ലെങ്കിൽ നിങ്ങളുടെ സാലറി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ടുന്ന പണം നിങ്ങൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും. അത്തരത്തിൽ വെയിറ്റിംഗ് ആയിട്ട് ഉള്ളൊരു എനർജിയാണിത്. എയ്തർ ഫോർ മണി ഓർ ഫോർ എ പേഴ്സൺ ആണ് ഇത്. മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള വാല്യുബിൾ ആയിട്ടുള്ള എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് ഈ 7 ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങളുടെ എന്തെങ്കിലും വാല്യുബിൾ ആയിട്ടുള്ള സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ട് നിങ്ങൾ അത് തിരയുക, അത് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക, അതൊക്കെ ആവാനും സാധ്യതയുണ്ട് കേട്ടോ. ഇതാണ് 7 ഓഫ് പെൻറ്റക്കിൾ. ഇതുപോലെ 10 കാർഡ് സ്പ്രെഡ് ചെയ്യും. 10 കാർഡിനും 10 മീനിങ് ആണ്. 10 മീനിങ്ങും പറയും. അപ്പോൾ അതിനകത്ത് ചിലത് പോസിറ്റീവ് ആയിരിക്കും, ചിലത് നെഗറ്റീവ് ആയിരിക്കും. അങ്ങനെ നെഗറ്റീവ് കാണുമ്പോഴത്തേക്ക് ഇത് ഫുള്ള് നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ നെഗറ്റീവ് കാർഡ് വന്നാൽ നെഗറ്റീവ് പറയാനേ നിവൃത്തിയുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അത് നിങ്ങൾക്ക് ഗൈഡൻസ് ആയിട്ട് എടുക്കാം. ഇനി നിങ്ങൾക്കത് തീരെ റെസണേറ്റ് ആവുന്നില്ലെങ്കിൽ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് നെഗറ്റീവ് ആണെന്ന് കാണുന്ന കാര്യങ്ങൾ നിങ്ങൾ അട്രാക്ട് ചെയ്തെടുക്കുകയേ ചെയ്യേണ്ട, അന്നേരം സ്കിപ്പ് ചെയ്ത് കളഞ്ഞേക്കണം. ഓക്കെ, സെക്കൻഡ് കാർഡ് 5 ഓഫ് സോഡാണ്. 5 ഓഫ് സോഡ് എന്ന് വെച്ചാൽ കൂടെ നിൽക്കുന്ന ആളുകളെ ചതിച്ച് അവരുടേതും കൂടെ നമ്മൾ സ്വന്തമാക്കുക, അവരെ ഇമോഷണലി ഹേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസൾട്ട് ചെയ്യുക, അവരെ വേദനിപ്പിച്ചിട്ട് ഞാൻ എൻ്റേതാക്കുക. അതായത് മറ്റുള്ളവരെ വേദനിപ്പിച്ചാലും കുഴപ്പമില്ല, എനിക്ക് എൻ്റെ കാര്യം നടക്കണമെന്ന് വിചാരിക്കുന്ന എനർജിയാണ് 5 ഓഫ് സോഡ്. അതായത് കൂട്ടത്തിൽ നിന്ന് കുതികാലി വെട്ടുക, ചതിക്കുക, കോമ്പീറ്റ് ചെയ്യുക, ചലഞ്ച് ചെയ്യുക, മറ്റുള്ളവർക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, എൻ്റെ കാര്യം നടക്കണമെന്ന് വിചാരിക്കുന്ന ഒരു എനർജിയാണ് ഈ 5 ഓഫ് സോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളിലേക്ക് പോയി പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്നലെയും സെയിം കാർഡ് 5 ഓഫ് സോഡും 7 ഓഫ് സോഡും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചതിയുടെ കാർഡാണ്. ചതിയുടെ കാർഡ് വരുമ്പോൾ ചതി വരുന്നുണ്ടെന്നല്ലാതെ പിന്നെ നിങ്ങൾക്ക് വളരെ നല്ലത് വരുന്നുണ്ടെന്ന് പറയാൻ പറ്റൂലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് 5 ഓഫ് സോഡ് കൂടെ നിൽക്കുന്ന ആളുകളിൽ നിന്ന് പോലും നമുക്ക് ചതി കിട്ടാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അവർ നമ്മളെ അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അതായത് നമുക്ക് നഷ്ടം വന്നാലും കുഴപ്പമില്ല, അവരുടെ കാര്യം സാധിക്കണമെന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടം ആളുകൾക്കിടയിൽ നമ്മൾ പെട്ടുപോകാൻ സാധ്യതയുണ്ട്. അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മളെ മുതലാക്കാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ളൊരു എനർജിയാണ് 5 ഓഫ് സോഡ് എന്ന് പറയുന്നത്. അത് കരുതി നിൽക്കുക കേട്ടോ. അപ്പോൾ അതാണ് 5 ഓഫ് സോഡ് എന്ന് പറയുന്ന എനർജി. ഒരുതരം ചീറ്റിംഗ് ആണ്, ഒരുതരം കോമ്പറ്റീഷനാണ്, ചലഞ്ചാണ് കേട്ടോ. ദെൻ ഏസ് ഓഫ് കപ്സ്. ഇത് ഒരു ഏസ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കപ്പാണ്. അതായത് കപ്പ് ഓഫ് ലവ്. കപ്പ് എന്ന് വെച്ചാൽ ഇമോഷൻസ് ആണ്.
കപ്പ് അത് വായുവിൽ ഉയർന്നു നിൽക്കുവാണ്, അത് ഒരു തുടക്കമാണ്. അതുപോലെ കപ്പ് എന്ന് പറഞ്ഞ ഇമോഷനാണ്, അതായത് ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഔട്ട് ബ്രേക്കിൻ്റെ തുടക്കം എന്നാണ്. ഇത് ഇമോഷണലി ഒരാളോട് പ്രത്യേക താല്പര്യം തോന്നുന്നതാകാം, അല്ലെങ്കിൽ നമുക്ക് സ്പിരിച്വലി ഒരു അവേക്കനിങ് ഉണ്ടാവുന്നതാകാം, അല്ലെങ്കിൽ ഒരു കുഞ്ഞ് വാവ നമ്മുടെ ലൈഫിലേക്ക് വരുന്നതാവാം. അത്തരത്തിലുള്ളൊരു എനർജിയാണ് ഈ ഏസ് ഓഫ് കപ്സ് എന്ന് പറയുന്നത്. ഇത് കണ്ടാൽ നിങ്ങൾക്കറിയാം ഇതിനകത്തൊരു പ്രാവുണ്ട്. അപ്പോൾ ഈ പ്രാവ് എന്ന് പറയുന്നത് സ്പിരിച്വാലിറ്റിനെയാണ് സിംബലൈസ് ചെയ്യുന്നത്. ഇതിനകത്തെ വെള്ളത്തുള്ളികൾ 22 തുള്ളി വെള്ളമുണ്ട്. ശരിക്കുള്ള ഇതിൻ്റെ ഒറിജിനൽ കാർഡിനകത്ത് 22 തുള്ളി വെള്ളമുണ്ട്. അത് എന്ന് പറയുന്നത് 22 മേജർ അർക്കാന കാർഡ്സിനെയാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ താമര എന്ന് പറയുന്നതും ഇമോഷണൽ ഔട്ട് ബ്രേക്കിനെയും അതുപോലെ സ്പിരിച്വാലിറ്റിയും ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള എന്തോ ഒരു പുതിയ തുടക്കം, ചിലപ്പോൾ ചില ആളുകളോട് തോന്നുന്ന ഇഷ്ടമായിരിക്കാം, ഒരു പുതിയ പ്രണയമായിരിക്കാം, ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു അവേക്കനിങ് ആയിരിക്കാം. നിങ്ങൾക്ക് ചിലപ്പോൾ ഇന്ന് കൂടുതൽ സ്പിരിച്വൽ ആയിട്ടുള്ളൊരു ഫീലിംഗ് നിങ്ങൾക്ക് തോന്നാനൊക്കെ സാധ്യതയുണ്ട്. ഒരു പുതിയ തുടക്കം എന്നാണ്, ഒരു പുതിയ പ്രണയം എന്നാണ്, അല്ലെങ്കിൽ ഇമോഷണലി നമ്മൾ ഡിറ്റാച്ച്ഡ് ആയിരുന്ന ആളുകളോട് നമുക്കൊരു പ്രത്യേക താല്പര്യം തോന്നുന്നതാണ്. ഇത്തരത്തിലുള്ളൊരു എനർജിയാണ് ഏസ് ഓഫ് കപ്സ് എന്ന് പറയുന്നത്. നിങ്ങളിലേക്ക് ഒരു ഓഫർ വരുന്നതാകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ആളുകൾ നിങ്ങൾക്കൊരു ഓഫർ, ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു സഹായം, ഒരു ഗിഫ്റ്റ്, ഒരു സർപ്രൈസ്, അല്ലെങ്കിൽ ഒരു ജോബ് ഓഫർ ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് ഏസ് ഓഫ് കപ്സ് പറയുന്നത്. ഓക്കെ, ദെൻ ഹെർമിറ്റ് ആണ്. ഇതൊരു സ്പിരിച്വൽ ഗുരുവാണ്. വളരെ ഏജ്ഡ് ആയിട്ടുള്ള, വളരെ ഹൈ എനർജറ്റിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഹൈലി എലൈറ്റഡ് ആയിട്ടുള്ള, വളരെ പ്രായമുള്ള ഒരു സ്പിരിച്വൽ സോളാണ്. ഒരു ഗുരുവിൻ്റെ എനർജിയാണ് ഹെർമിറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ഒന്നുകിൽ ഇന്ന് അത്തരത്തിലുള്ളൊരു ഗുരുവിനെ മീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള ഒരാളിൽ നിന്ന് നിങ്ങൾക്കൊരു സഹായം, ഒരു ഉപദേശം, ഒരു ഗൈഡൻസ് ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. ഒരു സ്പിരിച്വൽ പേഴ്സണിൽ നിന്നൊരു നിങ്ങൾക്കൊരു സഹായം കിട്ടാൻ സാധ്യതയുണ്ട്. അതൊരു മെയിൽ എനർജി ആയിരിക്കാം, ഫീമെയിൽ എനർജി ആയിരിക്കാം. അതായത് നിങ്ങളൊരു സ്പിരിച്വൽ ഗുരുവിനെ മീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്, അവരിൽ നിന്നൊരു ഗൈഡൻസ് കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ്. അതുപോലെ നിങ്ങളും ഒരു മറ്റുള്ളവർക്ക് വെളിച്ചം കാണിച്ച് നിൽക്കുന്ന ഒരു ഗുരുവിൻ്റെ രൂപമാണ് ഇന്ന് നിങ്ങൾക്കും അതിനുള്ളൊരു എനർജിയാണ്. അതായത് നിങ്ങൾക്കും മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റും. നിങ്ങളുടെ അടുത്തേക്ക് ആരെങ്കിലും സഹായം ചോദിച്ച്, ഉപദേശം ചോദിച്ച് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് അവർക്കും സഹായം അല്ലെങ്കിൽ ഉപദേശം കൊടുക്കുന്നുണ്ട് എന്നാണ് ഈ ഹെർമിറ്റ് എനർജി പറയുന്നത്. ഈ ഹെർമിറ്റ് എന്ന് പറഞ്ഞ ആൾ നിൽക്കുന്നത് ഒരു വലിയ മലയുടെ മുകളിലാണ്, മഞ്ഞുമലയുടെ മുകളിലാണ് ഈ ഹെർമിറ്റ് നിൽക്കുന്നത്. അതായത് അയാൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അയാളിലേക്ക് തന്നെ ആത്മപരിശോധന നടത്തുവാണ്. ഞാൻ വന്ന വഴി ശരിയാണോ, ഞാൻ ചെയ്ത കാര്യങ്ങൾ ശരിയാണോ എന്നൊക്കെ ആത്മപരിശോധന നടത്തുകയാണ്. അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾക്കും അതുപോലുള്ളൊരു എനർജി ആയിരിക്കും. ഒറ്റപ്പെടാൻ സാധ്യതയുണ്ട്, ഒറ്റയ്ക്കായി പോകുന്ന പോലെ തോന്നാം, ഒരു ലോൺലിനെസ് ഫീൽ ചെയ്യാം, ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണോ എന്ന് ആത്മപരിശോധന നടത്തുന്നുണ്ടായിരിക്കും. നമ്മുടെ വന്ന വഴിയെക്കുറിച്ചും ഇനി പോകാനുള്ള വഴിയെക്കുറിച്ചും ഒരു വിശകലനം നടത്തുന്നുണ്ടായിരിക്കും. അപ്പോൾ അത്ര ഒരു എനർജിയാണ് ഈ ഹെർമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഒറ്റപ്പെടൽ ഇന്ന് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. മോസ്റ്റ്ലി ഇന്നൊരു സ്പിരിച്വൽ പേഴ്സണെ മീറ്റ് ചെയ്യാനും അവരിൽ നിന്നൊരു ഗൈഡൻസ് കിട്ടാനും സാധ്യതയുണ്ട് എന്നാണ്. അതുപോലെ നമ്മൾ മറ്റുള്ളവർക്ക് സഹായം, ഗൈഡൻസ് ഒക്കെ കൊടുക്കാൻ സാധ്യത ഉണ്ട് എന്നാണ് ഹെർമിറ്റ് എനർജി പറയുന്നത് കേട്ടോ. നമ്മൾ സ്പിരിച്വലി വളരെ ഗ്രോൺ ആയിട്ടുള്ള ആളാണ്. അപ്പോൾ നമ്മൾ കുറേ ദൂരം യാത്ര ചെയ്ത് കഴിയുമ്പോൾ നമ്മളൊരു സ്റ്റാഗ്നൻ്റ് പീരീഡിലെത്തും. അതായത് മല മുകളിൽ എത്തിയിട്ട് അവിടെ സ്റ്റക്കായി പോകാമെന്ന് പറഞ്ഞാൽ പിന്നെയുള്ള വഴി നമ്മളെ പരീക്ഷിച്ചതിന് ശേഷമേ കയറ്റി വിടത്തുള്ളൂ. കാരണം നമ്മൾ ഒരു പകുതിയിലേറെ ദൂരം പോയവരായിരിക്കും. അപ്പോൾ അവിടെ ഒരു സ്റ്റാഗ്നേഷൻ ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്, ഒരൊറ്റപ്പെടൽ കേട്ടോ. ദെൻ പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. പണം വരുമെന്ന് കാണുന്നുണ്ട്. പണത്തിന് വേണ്ടിയിട്ട് റിസ്ക് എടുക്കാൻ തയ്യാറാണെന്നാണ്. അതായത് കയ്യിലുള്ള പണം വെച്ചിട്ട് നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറാണെന്നാണ്. നമുക്ക് ചിലപ്പം പണം ആർക്കെങ്കിലും കിട്ടുകയില്ലെന്ന് ഉറപ്പുണ്ടെങ്കിലും ചിലപ്പോൾ നമ്മൾ ആർക്കെങ്കിലും കടം കൊടുക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും പണം എവിടെയെങ്കിലും ഈ മണി മാറ്റേഴ്സിൽ ഈ പറഞ്ഞ പോലെ ട്രേഡിങ്ങിലോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലോ അങ്ങനെയുള്ള എവിടെയെങ്കിലും റിസ്കി ആയിട്ടുള്ള ഇടങ്ങളിൽ നമ്മൾ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതാവാൻ സാധ്യതയുണ്ട്. റിസ്ക് എടുത്ത് ഒരു പണം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതാകാൻ സാധ്യതയുണ്ട്. അതാണ് പേജ് ഓഫ് പെൻറ്റക്കിൾസ്. പിന്നെ പണത്തിനെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അതുപോലെ പണത്തിന് ഹോപ്പനൊപ്പനോ ചൊല്ലുന്നുണ്ടായിരിക്കും. നിങ്ങൾ എല്ലാ ദിവസവും പണത്തിന് നന്ദി പറയണം. അതായത് നിങ്ങൾ ഓരോ പണവും നിങ്ങളിലേക്ക് വരുമ്പോൾ താങ്ക് യു സോ മച്ച് എന്ന് നിങ്ങൾ പറയണം, പണത്തിനോട് പറയണം. അതുപോലെ എവറി ട്രാൻസാക്ഷൻ, ഓരോ രൂപയും നിങ്ങളിൽ നിന്ന് പോകുമ്പോഴും നിങ്ങൾ ആ പണത്തിനോട് നന്ദി പറഞ്ഞ് വേണം വിടാനായിട്ട്. വീണ്ടും എന്നിലേക്ക് തന്നെ തിരിച്ചു വരണം. ഞാനൊരു മണി മാഗ്നറ്റാണ്, എനിക്ക് മണി അട്രാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഞാനൊരു മണി ഫ്ലോയ്ക്കുള്ള ഒരു ചാലകമാണ് എന്ന് മാത്രം പറയുക. അങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക, എന്നാലാണ് പണം നമ്മളിലൂടെ വന്ന് പോകത്തുള്ളൂ കേട്ടോ. അതാണ് പേജ് ഓഫ് പെൻറ്റക്കിൾസ്. ഇത് മണി മാനിഫെസ്റ്റേഷൻ്റെ കാർഡാണ്. അതുപോലെ നിങ്ങൾ ഒരു വ്യക്തിയെയും മിസ് ചെയ്യുന്നുണ്ടായിരിക്കും, ഒരു വ്യക്തിയെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ആ ആൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാവാനും സാധ്യതയുണ്ട്. ചിലപ്പോൾ ഇന്നൊരാളെ നിങ്ങളുടെ ലൈഫിലുണ്ടായിരുന്ന ഇപ്പോൾ ഇല്ലാത്തൊരാളെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുകയോ അയാളെ മിസ് ചെയ്യുകയോ അയാളെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുകയോ ഒക്കെ ചെയ്യാൻ സാധ്യത ഉണ്ടെന്നാണ് കേട്ടോ. അതാണ്
പേജ് ഓഫ് പെൻറ്റക്കിൾസ് മോസ്റ്റ്ലി നിങ്ങൾക്ക് പണം വന്ന് ചേരും എന്നാണ് കാണുന്നത് കേട്ടോ. ദെൻ പേജ് ഓഫ് വോൺസ് ആണ്. ഇത് ഈ പറഞ്ഞ പോലെ അത്യുത്സാഹത്തോടു കൂടി നിങ്ങളുടെ ഒരു പാഷനെ ചേസ് ചെയ്യാൻ, അതൊരു ലവ് അഫെയർ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയ ആയിരിക്കാം, ക്രിയേറ്റീവായിട്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമായിരിക്കാം. അതിനെ അത്യുത്സാഹത്തോടു കൂടി വീണ്ടും ചേസ് ചെയ്യുക, അതിനോട് വളരെ അഭിനിവേശം തോന്നുക, അതിനോട് വല്ലാതെ ആരാധന തോന്നുക, അഡ്മിറേഷൻ തോന്നുക. അത് ഈ പറഞ്ഞ പോലെയാണ്, ഒരു വ്യക്തിയെ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പാഷനെ ആയിരിക്കാം ആരാധിക്കുക, അതിനെ മിസ് ചെയ്യുക, നിന്ന് പോയല്ലോ എന്ന് ആലോചിക്കുക, പാതി വഴിയിൽ കൊണ്ടിട്ടിട്ട് നിന്ന് പോയതായിരിക്കും. അപ്പോൾ വീണ്ടും അവിടെ ഒരു തുടക്കം വേണം എന്ന് ആഗ്രഹിക്കുന്നു എന്നാണ്. ഈ പേജ് എന്ന് പറയുന്നത് യങ്ങർ എനർജിയാണ്. അപ്പോൾ പെട്ടെന്നുള്ള ചിന്തകളായിരിക്കും, ഇങ്ങനെ മാറി മാറി വരുന്ന ചിന്തകളിലൊന്നാണിത്. പെട്ടെന്ന് വീണ്ടും ആ നിന്ന് പോയ റിലേഷൻഷിപ്പ് വീണ്ടും തുടങ്ങണമെന്ന് ആഗ്രഹിക്കുക. ചിലപ്പോൾ നിങ്ങൾ കുറേ നാളായിട്ട് ഈ പറഞ്ഞ ആളെ ഓർക്കുന്നുണ്ടാവത്തില്ല, പക്ഷേ ഇന്ന ദിവസം നിങ്ങളതിൽ ഓർക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോയ ഒരു പാഷനായിരിക്കാം, ഡാൻസ് ആയിരിക്കാം, പാട്ടായിരിക്കാം, അങ്ങനെ പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോയിട്ടുള്ള ഒരു പാഷൻ വീണ്ടും നിങ്ങൾക്കത് ചെയ്യണമെന്ന് തോന്നുന്നതായിരിക്കാം. അപ്പം അത്തരത്തിൽ വീണ്ടും ഒരു റിജുവനേഷൻ വേണം, പുതിയൊരു തുടക്കം വേണമെന്ന് ആഗ്രഹിക്കുക. അത്യാഹ്ലാദത്തോടു കൂടി അതിനെ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുക, റിസ്ക് എടുത്ത് അതിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുക. ഇതൊക്കെയാണ് പേജ് ഓഫ് വോൺസ് പറയുന്നത്. ദെൻ 4 ഓഫ് വാൺസ് ആണ്. ഇതൊരു സെലിബ്രേഷൻ്റെ കാർഡാണ്. ഒരു കല്യാണ നിശ്ചയമോ കല്യാണമോ പോലുള്ള ഒക്കേഷൻസിലൊക്കെ പങ്കെടുക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ഹോം കമ്മിങ് ആണ്. നിങ്ങൾ കുറേ പേരൊക്കെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നവരാണെങ്കിൽ വീട്ടിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുള്ള ദിവസമാണ്. അതുപോലെ മാനിഫെസ്റ്റേഷൻ്റെ കാർഡാണ്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു, അത് അച്ചീവ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ളൊരു ദിവസമാണെന്ന് കാണുന്നുണ്ട്. അതുപോലെ 4 ഓഫ് വാൺസ് വരുമ്പോൾ നിങ്ങൾ പാഷനേറ്റ് ആയിട്ടൊരു കാര്യം, ഈ വാണ്ട് എന്ന് പറയുന്നത് പാഷനാണ്. ഈ പാഷനേറ്റായിട്ട് നിങ്ങൾ ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഫസ്റ്റ് അച്ചീവ്മെൻറ്റ് കിട്ടുന്നതാണ്. അപ്പം ഡാൻസ് ഒക്കെ പഠിക്കുന്നവരെ സംബന്ധിച്ച് നിങ്ങൾ ചിലപ്പോൾ ജോയിൻ ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ അവിടെ പുതിയ പദങ്ങൾ പഠിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും പുതിയ സ്റ്റെപ്പുകൾ പഠിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അരങ്ങേറ്റം നടക്കുന്നതോ അല്ലെങ്കിൽ അതിൽ നിന്നൊരു ഏണിങ് കിട്ടുന്നതോ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും, ഒരു അച്ചീവ്മെൻറ്റ് നിങ്ങൾക്ക് ഇന്ന ദിവസം കിട്ടുന്നതാണ്. ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഇന്ന് സമ്മാനിതരാവാൻ സാധ്യതയുണ്ട്. അതൊക്കെയാണ് അച്ചീവ്മെൻറ്റ് കിട്ടുക എന്നുള്ളതാണ് 4 ഓഫ് വാൺസ്. ഒരു ഫസ്റ്റ് ലെവൽ അച്ചീവ്മെൻ്റ് ആണ് 4 ഓഫ് വാൺസ് എന്ന് പറയുന്നത്. ഓക്കെ, മജീഷ്യനാണ്. വീണ്ടും മാനിഫെസ്റ്റേഷൻ്റെ കാർഡാണ്. മാനിഫെസ്റ്റ് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് നടക്കുമെന്നാണ് കാണുന്നത്. ഇത് ഈ മജീഷ്യൻ എന്ന് പറഞ്ഞ ആൾ മാന്ത്രികത, മജീഷ്യൻ അറിയാലോ, മാന്ത്രികത, മിറാക്കിൾസ് സൃഷ്ടിക്കാൻ സാധ്യതയുള്ള ആളാണ്, അതിനുള്ള കഴിവുള്ള ആളാണ്. അതിനുള്ള എല്ലാ സോഴ്സും അയാളുടെ കയ്യിലുണ്ട്. നമ്മൾ മജീഷ്യൻ വെറുതെ നമ്മൾ നോക്കുമ്പോൾ ഒരു കോട്ടൊക്കെ ഇട്ടേക്കുന്ന ഒരാളായിട്ടായിരിക്കും കാണുന്നത്, പക്ഷേ അയാളുടെ കയ്യിൽ പെട്ടെന്നാണ് ഓരോ സാധനങ്ങൾ ഇങ്ങനെ വന്നു പോകുന്നത്. നമ്മൾ അത്ഭുതത്തോടു കൂടി നോക്കി ഇതൊക്കെ എവിടെ നിന്നാണ് വന്നതെന്ന്. അതിനർത്ഥം ഇയാൾ എന്തോ മാന്ത്രികത കാണിച്ചു എന്നല്ല, അയാൾ വിദഗ്ധമായി നമ്മളെ പറ്റിച്ചു എന്നാണ്. അതിനർത്ഥം അയാളുടെ കയ്യിൽ എല്ലാ സോഴ്സുകളും, എല്ലാ റിസോഴ്സുകളും, ഈ മാന്ത്രികത കാണിക്കാനുള്ള എല്ലാ റിസോഴ്സുകളും അയാളുടെ കയ്യിൽ അവിടെയൊക്കെ ആയിട്ട് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അയാളത് വേണ്ട സമയത്ത് കൃത്യമായി എടുത്ത് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെയാണ് ഈ മജീഷ്യൻ്റെ എനർജി. നമ്മളെ കൃത്യമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും, മാനിപ്പുലേറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവർ വന്ന് നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. നമ്മളും ഇന്നൊരു മജീഷ്യൻ്റെ എനർജിയാണ്. നമ്മളും മറ്റുള്ളവരോട് കള്ളമൊക്കെ പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ നമുക്ക് ഇന്ന് എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അത് നമ്മളിലേക്ക് അട്രാക്ട് ചെയ്തെടുക്കാനുള്ള കഴിവുള്ള ആളാണ് ഇന്നേ ദിവസം മജീഷ്യൻ. അത്തരത്തിലുള്ള അതിഭീകരമായ കഴിവുള്ള ഒരാളാണ്. എല്ലാ റിസോഴ്സുകളുള്ള ഒരാളാണ് മജീഷ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു എനർജിയാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്കുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് പ്രാർത്ഥിക്കുന്നോ അത് ഇന്നത്തെ ദിവസം നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാനിഫെസ്റ്റേഷന് 3 കാർഡുണ്ട്. പേജ് ഓഫ് പെൻറ്റക്കിൾസ് ഉണ്ട്, 4 ഓഫ് വാൺസ് ഉണ്ട്, മജീഷ്യൻ ഉണ്ട്. ഇതെല്ലാം ഡയറക്റ്റ് മാനിഫെസ്റ്റേഷൻ എന്നർത്ഥം വരുന്ന വാക്കുകളാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നിങ്ങൾ കൃത്യമായിട്ട് ടാർഗറ്റ് ആയിട്ടിരിക്കണം. അത് കൃത്യമായിട്ട് നിങ്ങൾ ഓർക്കണം. എന്താണ് എൻ്റെ ആവശ്യം, അത് എനിക്ക് അച്ചീവബിൾ ആണോ, എനിക്കിത് കിട്ടാൻ അർഹതയുണ്ടോ, ഞാനിത് കിട്ടിയാൽ എനിക്ക് കൃത്യമായി വിനിയോഗിക്കാൻ പറ്റുമോ, ഉറപ്പുണ്ടെങ്കിൽ നിങ്ങളതിൽ മാനിഫെസ്റ്റ് ചെയ്യുക. അത് നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരും എന്നാണ് കാണുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് കാർഡ് വന്നിട്ട് 6 ഓഫ് കപ്സ് ആണ്. ഇത് പാസ്റ്റ് ലൈഫിൻ്റെ അല്ലെങ്കിൽ നൊസ്റ്റാൾജിയയുടെ കാർഡാണ്. നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ മുന്നേ ജോലി ചെയ്തിരുന്ന ആളോ അങ്ങനെയുള്ള ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നതാകാൻ സാധ്യതയുണ്ട്. ഇതൊരു റീയൂണിയൻ്റെ കാർഡാണ്.
നിങ്ങൾക്ക് ഒരു റീയൂണിയൻ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ള കാർഡാണ്. നിങ്ങളുടെ സിബ്ലിങ്സിൽ നിന്ന് നിങ്ങൾക്ക് ഹെൽപ്പ് കിട്ടാൻ സാധ്യതയുണ്ടെന്നുള്ള കാർഡാണ്. നിങ്ങൾ വീണ്ടും വീടുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഓഫറുകളായിട്ട് വന്നു ചേരാൻ സാധ്യത ഉണ്ടെന്നാണ്. നിങ്ങളുടെ സിബ്ലിങ്സിൽ നിന്ന് ഹെൽപ്പ് കിട്ടുമെന്ന് പറഞ്ഞ പോലെ തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഒരു പരിചയവും ഇല്ലാത്ത ആളുകളിൽ നിന്നും നിങ്ങൾക്ക് ചിലപ്പോൾ ചില സഹായങ്ങളൊക്കെ വന്നു കിട്ടാൻ സാധ്യതയുണ്ട്. ഇത് മോസ്റ്റ്ലി ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ആണ്, ചൈൽഡ്ഹുഡാണ്. അപ്പോൾ കുട്ടികളാണ് ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സിനെ കാണുക, അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കേൾക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ ബ്രദർ ഓർ സിസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കാണുക, കേൾക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരുടെ എന്തെങ്കിലും ഒരു കാര്യം നടക്കുക, അവരെക്കുറിച്ച് കൂടുതൽ ആലോചിക്കുക, നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ഡേയ്സിനെ കുറിച്ച് ആലോചിക്കുക, ഇതൊക്കെയാണ്. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുന്നേ ജോലി ചെയ്ത ഇടങ്ങളിലെ ആ സ്ഥലത്ത് പോവുക, നിങ്ങൾ ജനിച്ച് വളർന്ന വീട്ടിൽ പോവുക, മുൻപത്തെ ജോലി സ്ഥലത്ത് പോവുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളുമായിട്ട് സംസാരിക്കുക, അവരെക്കുറിച്ച് കേൾക്കുക, ഇതൊക്കെയാണ് 6 ഓഫ് കപ്സ് പറയുന്നത്. ദെൻ 3 ഓഫ് വാണ്ടാണ്. വിദേശത്തേക്ക് പോകാനായിട്ട് കുറേ പേര് ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വാർത്തകൾ ഇന്നേ ദിവസം കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് 3 ഓഫ് വാണ്ട്സ് പറയുന്നത്. ഇത് നിങ്ങൾക്ക് കൃത്യമായി പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഒരു തീരുമാനം എടുക്കുക, അതിൽ ഉറച്ചു നിൽക്കുക, അതിൻ്റെ പ്രിപ്പറേഷൻസും പ്ലാനിങ്സും നടത്തുക. ഇന്ന് ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടക്കുന്നു എന്നാണ് കേട്ടോ. അപ്പോൾ ഇന്നൊരു യാത്ര ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നാളെ ആയിരിക്കും നിങ്ങൾ യാത്ര പോകുന്നത്. ഇന്ന് അതിൻ്റെ തയ്യാറെടുപ്പുകൾ നടത്തുന്നതാകാൻ സാധ്യതയുണ്ട്. നാളെയോ അല്ലെങ്കിൽ പിന്നീട് ഒരു ദിവസമോ പോകുന്ന യാത്രയ്ക്ക് വേണ്ടിയിട്ട് പ്ലാനിങ്സ് ആൻഡ് പ്രിപ്പറേഷൻസ് നടത്തുന്നതാകാനും സാധ്യതയുണ്ട്. അതാണ് 3 ഓഫ് വാണ്ട്സ് പറയുന്നത്. ഓക്കെ, ഇത് വിദേശത്തേക്ക് നോക്കി നിൽക്കുന്നതാണ്. വിദേശത്ത് പഠിക്കാൻ പോകുന്നതാവാം, വിദേശത്ത് ജോലിക്ക് പോകുന്നതാവാം, അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് എന്തെങ്കിലും ഒരു ഇൻറ്റിമേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജി ആവാനും സാധ്യതയുണ്ട്. ബോട്ടം വന്നിരിക്കുന്നത് 10 ഓഫ് വാണ്ടാണ്. അപ്പോൾ ഇന്ന് വളരെ ഹെക്റ്റിക് ആയിട്ടുള്ളൊരു ദിവസമായിരിക്കും. നിങ്ങൾക്ക് കുറച്ച് അധികം ബാധ്യത തലയിൽ വരാൻ സാധ്യതയുണ്ട്. എന്നും ചെയ്യുന്നതല്ലാത്ത കുറേ ജോലികൾ ചെയ്യുക, മറ്റുള്ളവരുടെ കർമ്മ എടുത്ത് തലയിൽ വെക്കുക, അതൊക്കെയാണ്. അപ്പോൾ മറ്റുള്ളവരുടെ കുറ്റം പറയാനൊന്നും പോവരുത്. മറ്റുള്ള ആളുകളോട് സമ്പർക്കപ്പെടുമ്പോൾ നമ്മൾ നമ്മുടെ കാര്യം നോക്കി നിൽക്കുക, നമ്മുടെ എനർജിയെ പ്രൊട്ടക്റ്റ് ചെയ്യുക. മറ്റുള്ളവർ നമ്മുടെ എനർജി എടുത്തുകൊണ്ട് പോകാൻ, സ്ക്വീസ് ഔട്ട് ചെയ്യാൻ അനുവദിക്കരുത്. അതുപോലെ മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞ് അവരനുഭവിക്കേണ്ട കർമ്മം നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരാൻ പാടില്ല. അതുപോലെ ഇന്ന് മറ്റുള്ളവരുടെ ജോലി ഷെയർ ചെയ്ത് നമ്മൾ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് എടുത്താൽ പൊങ്ങാത്ത ഭാരമുള്ള ജോലികൾ എടുക്കുക. നമുക്ക് ചില കാര്യങ്ങൾ ഇതെടുത്ത് തലയിൽ വെക്കണ്ടായിരുന്നു എന്ന് തലയിൽ വെക്കണ്ടായിരുന്നോ നമുക്ക് തോന്നുക. എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ വല്ലവരി ഇങ്ങനെ കൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് കൊണ്ടുപോയി അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ച് പാതി വഴിയിൽ ഉപേക്ഷിക്കുക. ഇതൊക്കെയാണ് 10 ഓഫ് വാണ്ടിൻ്റെ ഒരു എനർജി എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഓവർ ബേർഡൻ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരുപാട് ഹെക്റ്റിക് ആവേണ്ട ആവശ്യമില്ല. നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക. എടുക്കുന്ന ഓരോ 10ഉം ഒരുമിച്ച് എടുക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നം. അപ്പോൾ നമ്മൾ ഓരോന്നെടുത്ത് അത് കംപ്ലീറ്റ് ചെയ്ത് അടുത്തതെടുത്ത് കംപ്ലീറ്റ് ചെയ്ത് അങ്ങനെ പോയാൽ വളരെ സ്മൂത്തായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഒരുപാട് ഭാരം എടുത്ത് തലയിൽ വെച്ചിട്ട് അതിനെ ഓർത്ത് വേവലാതിപ്പെട്ടിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ എല്ലാം കൂടെ എടുത്ത് തലയിൽ വെക്കരുത്. നമ്മുടെ പ്രശ്നങ്ങൾ ഓരോന്നായിട്ട് സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് മൊത്തത്തിലുള്ളൊരു ജനറൽ റീഡിംഗ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി എന്താണ് ഇന്നത്തെ ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് നോക്കാം. എന്താണ് ഇന്ന് ഏഞ്ചൽസ് പറയുന്ന ഗൈഡൻസ്, ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് നോക്കാം. എന്താണെന്ന് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് കാർഡ് വന്നിട്ട് ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് ഉണ്ട്, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ഒറ്റയ്ക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നിയാൽ മറ്റുള്ളവരുടെ സഹായം ചോദിക്കുക. അവരിലൂടെ നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ സഹായം എത്തിച്ചേരും എന്നാണ് ഫസ്റ്റ് കാർഡ് പറയുന്നത് കേട്ടോ. സെക്കൻഡ് കാർഡ് അബണ്ടൻസ് ആണ്. ധാരാളമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, സന്തോഷം, പണം, അബണ്ടൻസ് നിങ്ങളിലേക്ക് വന്ന് നിറയുമെന്നാണ്. അപ്പം പണം ധാരാളമായിട്ട് വരും. ഇനി നിങ്ങൾ എന്താണോ അബണ്ടൻസ് എന്ന് വിചാരിക്കുന്നത് അതാണ് നിങ്ങളുടെ ധാരാളിത്തം കേട്ടോ. അതാണ് നിങ്ങളുടെ അബണ്ടൻസ് എന്ന് പറയുന്നത്. സന്തോഷമാണെങ്കിൽ അത്, സമാധാനമാണെങ്കിൽ അത്, പണമാണെങ്കിൽ അത്, അങ്ങനെ എന്താണോ നിങ്ങൾക്ക് അബണ്ടൻസ് അതിൽ നിന്ന് നിങ്ങളിൽ വന്ന് നിറയുമെന്നാണ് കേട്ടോ. മോസ്റ്റ്ലി അത് പണമാണേ. ഈ ചിത്രം കണ്ടാൽ അറിയാലോ, കണ്ടോ? ആ ദേവതയുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഏഞ്ചലിൻ്റെ കയ്യിൽ നിന്ന് നിറയെ ധാരാളമായിട്ട് പണം താഴോട്ട് വരുന്നതാണ്. ദെൻ ബിഗ് ഹാപ്പി ചേഞ്ചസ് ആണ്. അപ്പോൾ വലിയ വലിയ മാറ്റങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു എന്നാണ്.
അപ്പോൾ നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്നിടത്തു നിന്നൊക്കെ നിങ്ങൾ മൂവ് ചെയ്യുവാണ്, നിങ്ങൾക്ക് വലിയ വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഏഞ്ചൽസ് ഇന്ന് വളരെ ഹെൽപ്ഫുള്ളായിട്ട് സപ്പോർട്ടീവായിട്ട് കൂടെ തന്നെയുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഇന്ന് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കമൻറ്റും കൂടെ ചെയ്യണം. താങ്ക് യു സോ മച്ച്. പിന്നെ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്താണെന്നൊരു സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.